ഒരു നല്ല വെയിലുള്ള ദിവസം തിരക്കേറിയ ചന്തയിലൂടെ നടക്കുമ്പോൾ അക്ബർ കാർഷിക സ്റ്റാളുകൾക്ക് സമീപം ഒരു ബഹളം ശ്രദ്ധിച്ചു. രാമു എന്നു പേരുള്ള ഒരു കർഷകൻ ചക്രവർത്തിയെ സമീപിച്ച് കരഞ്ഞു പറഞ്ഞു, "മഹാനായ പ്രഭോ, എൻ്റെ വിലയേറിയ കലപ്പ ആരോ മോഷ്ടിച്ചു. അത് എൻ്റെ ഉപജീവനത്തിന് അത്യന്താപേക്ഷിതമായ ഉപകരണമാണ്. അതില്ലെങ്കിൽ എൻ്റെ വിളകൾ വാടിപ്പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു." കർഷകന്റെ ദുരവസ്ഥയിൽ സഹതാപം തോന്നിയ അക്ബർ ബീർബലിന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, "ബീർബൽ, ഞങ്ങൾക്ക് അത്തരം അനീതി അനുവദിക്കാനാവില്ല. കള്ളനെ കണ്ടെത്തി രാമുവിൻ്റെ കലപ്പ വീണ്ടെടുക്കൂ. കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരട്ടെ." സൂക്ഷ്മമായ അന്വേഷണ വൈദഗ്ധ്യത്തിന് പേരുകേട്ട ബീർബൽ നിഗൂഢതയുടെ ചുരുളഴിക്കാൻ പുറപ്പെട്ടു. സാക്ഷികളെ അഭിമുഖം നടത്തി മോഷണത്തിലേക്ക് നയിച്ച സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചാണ് അദ്ദേഹം ആരംഭിച്ചത്. അദ്ദേഹം കാര്യത്തിലേക്ക് ആഴത്തിലിറങ്ങിയപ്പോൾ ഒരു പ്രത്യേക പാറ്റേൺ തെളിഞ്ഞു. സമീപത്തെ നിരവധി കർഷകർ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കലപ്പ ഉൾപ്പെടെയുള്ള കാർഷികോപകരണങ്ങൾ സമാനമായ രീതിയിൽ മോഷണം പോയതായി ബീർബൽ കണ്ടെത്തി. വ്യാപകമായ പ്രശ്നത്തെക്കുറിച്ച് ഇപ്പോൾ ബോധ്യപ്പെട്ട കോടതി മോഷ്ടിക്കപ്പെട്ട കാർഷിക ഉപകരണങ്ങളുടെ പ്രത്യക്ഷമായ പകർച്ചവ്യാധിയെക്കുറിച്ച് ആശങ്കാകുലരായി. പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു സമർത്ഥമായ തന്ത്രം പ്രയോഗിക്കാൻ ബീർബൽ തീരുമാനിച്ചു. അദ്ദേഹം കർഷകരുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. "പ്രിയ കർഷകരെ, നിങ്ങളിൽ പലർക്കും വിലപിടിപ്പുള്ള കാർഷിക ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കള്ളനെ പിടിക്കാൻ ഞങ്ങൾ ഉഴവു മത്സരം സംഘടിപ്പിക്കും. മോഷ്ടിച്ച കലപ്പ ആ സമയത്തെ സ്വയം വെളിപ്പെടുത്തുമെന്ന് ഉറപ്പാണ്." ബീർബലിന്റെ നിർദ്ദേശത്തിൽ ആകൃഷ്ടരായ കർഷകർ മത്സരത്തിൽ പങ്കെടുക്കാൻ ആവേശത്തോടെ സമ്മതിച്ചു. ഈ വാക്ക് രാജ്യത്തുടനീളം വ്യാപിച്ചു. ദൂരെ സ്ഥലങ്ങളിൽ നിന്നുള്ള കർഷകർ മഹത്തായ ഉഴവെടുപ്പിനായി ഒത്തുകൂടി. മത്സരം ആരംഭിച്ചപ്പോൾ ഓരോ കർഷകനും തങ്ങളുടെ ഉഴവിലെ കഴിവുകൾ ഉത്സാഹത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും പ്രദർശിപ്പിച്ചു. അന്തരീക്ഷം സൗഹൃദ മത്സരവും പ്രതീക്ഷയും നിറഞ്ഞതായിരുന്നു. പക്ഷേ ബീർബൽ നടപടിക്രമങ്ങളിൽ ശ്രദ്ധാലുവായിരുന്നു. പെട്ടെന്ന് വയലിൻ്റെ മധ്യഭാഗത്ത് ഒരു ബഹളം പൊട്ടിപ്പുറപ്പെട്ടു. മോഷണ വിവരം ആദ്യം അറിയിച്ച കർഷകനായ രാമു ഒരു മത്സരാർത്ഥി ഉപയോഗിക്കുന്ന കലപ്പ ചൂണ്ടിക്കാട്ടി. "അത് എൻ്റെ മോഷ്ടിച്ച കലപ്പയാണ്," അവൻ ആക്രോശിച്ചു. കുറ്റാരോപിതനായ ഗോപാൽ എന്ന കർഷകൻ പരിഭ്രാന്തനായി കാണപ്പെട്ടു. "മഹാനെ, ഞാനിത് വാങ്ങിയത് ചന്തയിലെ ഒരു വ്യാപാരിയിൽ നിന്നാണ്. അതിൻ്റെ മോഷ്ടിച്ച ഉത്ഭവത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു." ഒരു കുസൃതി ചിരിയോടെ ബീർബൽ ഗോപാലിൻ്റെ അടുത്തു ചെന്ന് പറഞ്ഞു, "നമുക്ക് കലപ്പയെ സൂക്ഷ്മമായി പരിശോധിക്കാം. സത്യം അതിൻ്റെ തനതായ സവിശേഷതകളിൽ തന്നെയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു." സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ കലപ്പയിൽ ഒരു പ്രത്യേക അടയാളം ബീർബൽ ശ്രദ്ധിച്ചു. ഒരു പ്രശസ്ത കമ്മാരൻ തയ്യാറാക്കിയ ഒരു പ്രത്യേക പതിപ്പിൻ്റെ ഭാഗമായി ഇത് തിരിച്ചറിഞ്ഞ ആ ചെറിയ ചിഹ്നം സൂക്ഷ്മമാണെങ്കിലും കലപ്പയുടെ യഥാർത്ഥ ഉത്ഭവത്തിൻ്റെ ഒരു സൂചനയായിരുന്നു. ബീർബൽ ഗോപാലിൻ്റെ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു, "ഗോപാലെ, ഈ കലപ്പ യഥാർത്ഥത്തിൽ രാമുവിൻ്റേതാണെന്ന് തോന്നുന്നു. ഉപകരണത്തിലെ അദ്വിതീയമായ അടയാളപ്പെടുത്തൽ അത് പറയുന്നു. എന്നിരുന്നാലും നിങ്ങൾ അറിയാതെ ഇത് വാങ്ങിയതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ആരുടെ പക്കൽ നിന്നാണ് ഇത് വാങ്ങിയതെന്ന് നമുക്ക് അന്വേഷിക്കാം. കലപ്പ വാങ്ങിയ ആളെ ഒന്ന് കാണിക്കാമോ?" അന്വേഷണം അവരെ മാർക്കറ്റിലേക്ക് നയിച്ചു. അവിടെയുള്ള രവി എന്ന വ്യാപാരി നിരപരാധിയാണെന്ന് സ്വയം അവകാശപ്പെട്ടു. താൻ മറ്റൊരു വ്യാപാരിയിൽ നിന്നാണ് ഇത് വാങ്ങിയതെന്നും അതിൻ്റെ മോഷ്ടിച്ച അവസ്ഥയെക്കുറിച്ച് അറിയില്ലെന്നും രവി പറഞ്ഞു. സത്യത്തിൻ്റെ ചുരുളഴിക്കാൻ ബീർബൽ തൻ്റെ സ്വഭാവം ഉപയോഗിച്ചു. അദ്ദേഹം പ്രഖ്യാപിച്ചു, "രവി, എനിക്ക് നിങ്ങളോടൊരു നിർദ്ദേശമുണ്ട്. ഈ പ്രത്യേക പതിപ്പ് കലപ്പകൾ നിർമ്മിച്ച യഥാർത്ഥ കമ്മാരനെ എനിക്ക് സന്ദർശിക്കണം. നിങ്ങൾക്ക് കലപ്പ നിയമാനുസൃതമായി ലഭിച്ചുവെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചാൽ എല്ലാ കുറ്റങ്ങളും ഒഴിവാക്കപ്പെടും." സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ രവി മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. കൗതുകമുള്ള ജനക്കൂട്ടത്തിൻ്റെ ആടമ്പടിയോടെ മൂവരും കമ്മാരൻ്റെ പണിശാലയിലേക്ക് യാത്രയായി. അവർ എത്തിയപ്പോൾ കമ്മാരൻ കലപ്പ പരിശോധിച്ചപ്പോൾ അത് തീർച്ചയായും തൻ്റെ പ്രത്യേക പതിപ്പ് ശേഖരത്തിൻ്റെ ഭാഗമാണെന്ന് സ്ഥിരീകരിച്ചു. ഒരു കുസൃതി നിറഞ്ഞ പുഞ്ചിരിയോടെ ബീർബൽ രവിയുടെ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു, "രവി, നീ ഗോപാലന് വിറ്റ കലപ്പ മോഷ്ടിച്ചതിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു.
എന്നിരുന്നാലും അത് മറ്റൊരു വ്യാപാരിയിൽ നിന്ന് വാങ്ങിയതാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. നമുക്ക് ഈ വ്യാപാരിയെ സന്ദർശിച്ച് വാങ്ങാം. ഈ നിഗൂഢതയുടെ അടിത്തട്ടിലേക്കൊന്ന് എത്തി നോക്കാം. അന്വേഷണം അവരെ വഴിത്തിരിവുകളുടെ ഒരു പരമ്പരയിലൂടെ നയിച്ചു. ആത്യന്തികമായി മോഷ്ടിച്ച കാർഷിക ഉപകരണങ്ങൾ കടത്തിക്കൊണ്ടിരിക്കുന്ന നിഷ്കളങ്കരായ വ്യാപാരികളുടെ ഒരു ശൃംഖല വെളിപ്പെടുത്തി. വ്യാപാരികളെ പിടികൂടി മോഷ്ടിച്ച കലപ്പകൾ അവരുടെ യഥാർത്ഥ ഉടമകൾക്ക് തിരികെ നൽകി. കോടതി കേസ് തീർപ്പാക്കിയത് ആഘോഷിച്ചപ്പോൾ അക്ബർ ബീർബലിലേക്ക് തിരിഞ്ഞു പറഞ്ഞു, ബീർബൽ, നിങ്ങളുടെ സമർത്ഥമായ തന്ത്രം കള്ളന്മാരെ തുറന്നു കാട്ടുക മാത്രമല്ല, തെറ്റായ ഒരു വലിയ ശൃംഖല അനാവരണം ചെയ്യുകയും ചെയ്തു. കർഷകർക്ക് ഇപ്പോൾ മോഷണത്തെ ഭയക്കാതെ അവരുടെ വയലുകളിലേക്ക് പോകാം. വിനീതമായി കുനിഞ്ഞുകൊണ്ട് അക്ബർ മറുപടി പറഞ്ഞു, മഹാനെ, ഈ സംഭവത്തിൽ നിന്നുള്ള യഥാർത്ഥ പാഠം കലപ്പ പോലുള്ള ഏറ്റവും സാധാരണമായ ഉപകരണങ്ങൾ പോലും ഒരു വ്യക്തിയുടെ ഉപജീവനത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നതാണ്. അത് പരിഗണിക്കാതെ എല്ലാവർക്കും നീതി ഉറപ്പാക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. മോഷ്ടിച്ച വസ്തുവിൻ്റെ മൂല്യം അതിൻ്റെ ഉപയോഗത്തിലാണ്. മോഷ്ടിച്ച കലപ്പയുടെ കഥയിൽ പ്രബുദ്ധരായ കോടതി ലളിതമായ കാര്യങ്ങളിൽ പോലും നീതിയുടെ പ്രാധാന്യത്തെ വിലമതിച്ചു. തങ്ങളുടെ ഉപകരണങ്ങൾ സുരക്ഷിതമാണെന്ന അറിവിൽ ഇപ്പോൾ സുരക്ഷിതരായ കർഷകർ ഒരു പുതിയ ആത്മവിശ്വാസത്തോടെ തങ്ങളുടെ കാർഷിക ഉദ്യമങ്ങൾ തുടർന്നു. ഒരു വസ്തുവിൻ്റെ മൂല്യം അതിൻ്റെ ഉടമസ്ഥന് ആത്മനിഷ്ഠമായതിനാൽ നിസ്സാരമാണെന്ന് തോന്നുന്ന സ്വത്തുക്കൾ ഉൾപ്പെടെ കേസുകളിൽ പോലും നീതി നിലനിൽക്കണമെന്നതാണ് കഥയുടെ ധാർമ്മികത. If you love to watch this video, you can like, share and subscribe.